അപ്പോഴത്തേ നമ്മൾ പാണ്ഡവ ഗുഹയിലേക്ക് വന്നിരിക്കുകയാണ്. 1 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. ഇത് അതിന് താഴെയുള്ളൊരു ഗ്രാമമാണ്. ഗ്രാമം നമ്മുടെ മെയിൻ റോഡ്, ഇവിടുത്തെ മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിനുള്ളിൽ വലിയ ഗ്രാമമാണ്. അങ്ങോട്ട് നമുക്ക് പോകാം. അപ്പോൾ ആ ടവറിൻ്റെ താഴെ ഒരു മന്ദിറുണ്ട്. ആ മന്ദിറിൽ പോയി താമസിച്ചിട്ട് നാളെ പാണ്ഡവ ഗുഹ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഏതൊക്കെയായാലും നന്നായിട്ട് മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ധൈര്യത്തിൽ ഞാനിങ്ങനെ പോകുന്നതാണ്. ഇതിൻ്റെ അകത്തുനിന്നെല്ലാം വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ. മഴക്കാലത്ത് മുകളിന് ഇടയിൽ നിന്നെല്ലാം വെള്ളം ഒഴുകി വരും. അപ്പോൾ ശരി, ഓക്കെ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുപോലുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ, നമ്മൾ സപ്താരയിൽ വന്നപ്പം നമ്മുടെ വിക്രം നായർ സാബിനോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലത്തെപ്പറ്റി അറിഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാണിച്ച ഫോട്ടോയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു പ്രത്യേക സ്ഥലം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുകളിലോട്ട് നോക്കുമ്പോൾ ചൈനയുടെ വൻമതിൽ പോലെ അങ്ങനെയൊരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതുണ്ടോ, ഈ നടകൾ മുഴുവൻ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. അപ്പോഴത്തെ നടകളൊക്കെ കയറി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. കുറേ ദൂരം മുൻപോട്ട് വന്നു. ഇനിയും ഒരുപാട് കയറാനുണ്ട്. നമ്മുടെ മുൻപിൽ അടുത്ത മല കാണാൻ പറ്റും. പക്ഷേ ഈ മലയുടെ മുകളിലെത്തിയാലേ ഉള്ളൂ ആ മലയിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ മുകളിൽ ചെന്നിട്ട് വല്ലതും നമ്മൾ കരുതിയിരിക്കുന്നത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ പതിയെ മുകളിലേക്ക് സ്പീഡിൽ തന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പോഴത്തെ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനൊക്കെ ഉച്ചയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞു, 1:30 അപ്പോൾ നമ്മൾ പതിയെ മുകളിലേക്ക് കയറുകയാണ്. കണ്ടോ, താഴോട്ടുള്ള നമ്മൾ കയറി വന്ന നടകളൊക്കെ കണ്ടോ. ഇത്രയും നടകൾ കയറിയാണ് മുകളിലോട്ട് പോകുന്നത്. ഇനിയുള്ള നടകളാണ് കാണേണ്ടത് തന്നെ. ഇതുണ്ടോ, ഇപ്പോൾ നിറച്ച് കുരങ്ങന്മാരുടെ പരിപാടിയാണ്. അവന്മാരുടെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാൻ. ഒരുത്തി എന്നെ നോക്കുന്നു, ചാടിപ്പിടിക്കാൻ റെഡിയായിട്ടാണ്. ബിസ്ക്കറ്റ് തിന്നുന്ന ഒരുത്തനെ കണ്ടോ. അപ്പോഴത്തെ അവൻ്റെ വീഡിയോ എടുത്ത് അവന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഒച്ച വെച്ചിട്ട് പോകുന്നത് നിൽക്കുന്നത്. ഇനി അവന് ചൂരൽ കഷായം കൊടുക്കണമെന്ന് തോന്നുന്നു. ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലോട്ട് എത്തിയപ്പോൾ നല്ല തണുത്ത കാറ്റ്. ഇതുകൊണ്ട് പ്രായമായ ആളുകളെ കൊണ്ടുവരുന്ന ഡോളിയാണ്. 108 അടിയാണ് പ്രായമായ ജൈൻ പ്രതിമയുടെ ഉയരം. ഇത് ചുമക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശബരിമലയിലും മറ്റ് മലമുകളിലുള്ള തീർത്ഥാടനങ്ങളിലൊക്കെ ഇങ്ങനെ ഡോളി 108 അടി ഉയരമുള്ള പ്രതിമയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. വല്യമ്മമാർ, അവർക്കൊന്നും ഈ സ്റ്റെപ്പ് കയറി പോരാൻ പറ്റില്ല. അപ്പം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴത്തെ ഈ നടകളൊക്കെ കയറിയാണ് നമ്മൾ താഴേന്ന് കയറി വന്നത്. താഴേന്ന് കയറി വന്ന ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ഈ അങ്ങ് താഴെ കാണുന്ന ആ പ്രദേശത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ആ ഗ്രാമമാണ് ഫ്രണ്ടിൽ കാണുന്നത്. മനോഹരമായൊരു ഗ്രാമം. അപ്പോൾ
അങ്ങകലെ കാണുന്നത് ഒരു ക്ഷേത്ര സമുച്ചയമാണ് ആ ഗ്രാമത്തിനുള്ളിൽ. അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങ് ദൂരെയുള്ള ആ പ്രദേശത്തേക്കാണ് പോകേണ്ടത്. അങ്ങ് അകലെ കാണുന്ന ആ റോഡിൻ്റെ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മൾ ആ കയറ്റം കയറി ഉള്ള സ്ഥലത്താണ് നമ്മൾ കുഞ്ഞിയെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. പറഞ്ഞു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരി, നടകൾ കയറി മുകളിലേക്ക് എത്താൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോഴത്തേ നമ്മൾ നടയൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ്. നല്ല സുഖമുള്ള യാത്ര, അടിപൊളി. ഇനിയുണ്ട് ഒരുപാട് ദൂരം കയറി തരാൻ. ഇതുണ്ട് ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ച കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കി. അതോടൊപ്പം തന്നെ അങ്ങകലെ. അപ്പോൾ ഇനിയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ കഠിനമാണ്. ഇത്ര ഉയരത്തിലേക്കാണ് കയറി പോകേണ്ടത്. ഈ ഒരു വലിയ മലയെ ഒരു സൈഡ് മുഴുവൻ തുറന്നിട്ട് അതിൽ നടയുണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടോ, ഇത്ര ഏരിയയിലോട്ടാണ് കയറി പോകേണ്ടത്. ഒരു വലിയ ഏരിയ. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഒരു 400 സ്റ്റെപ്പോളം കയറി കഴിഞ്ഞു. ഇനിയുമുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാൻ. അപ്പോൾ ശരി, മുകളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ആ ഒരു ശില നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി വേണം പോകാൻ. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം ആ സ്റ്റെപ്പുകൾ, അവിടെ ആ വെള്ള കളറിൽ കാണുന്ന സ്റ്റെപ്പുകളില്ലേ, അതെല്ലാം കയറി വേണം മുകളിലേക്ക് എത്താൻ. അപ്പോൾ നല്ലൊരു യാത്രയാണ്, നല്ലൊരു ട്രെക്കിങ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റെപ്പുകൾ കയറിയുള്ള യാത്രയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്ക് താഴത്തെ ഗ്രാമം കാണാൻ പറ്റും. ഞങ്ങൾ വന്ന വഴികളാണ് കേട്ടോ. അങ്ങ് അകലേന്ന് വന്നിട്ട് അങ്ങ് അകലെയുള്ള ഭാഗത്തു നിന്ന് വന്ന് ഈ ഭാഗത്തൂടെ വന്നാണ് ഞങ്ങളിങ്ങോട്ട് എത്തിയത്. അപ്പോഴത്തെ ഞങ്ങൾ കയറി മുകളിലോട്ട് എത്തുകയാണ്. ഇനിത്തെ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ കയറണം. ഏകദേശം 100 സ്റ്റെപ്പിന് മുകളിലുണ്ടെന്നാണ് തോന്നുന്നത് ആ മുകളിലേക്കുള്ളത്. ഇവിടേക്ക് ആരാണ്ടൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പാമ്പുകളൊക്കെ പോകും, അതാണ് പ്രശ്നം. അരണയും പാമ്പുമൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും പേടിച്ചു പോകും. ഇവിടെ ഒരു ശത്രു ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ശത്രു ഇരിക്കുന്നുണ്ടോ? മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ശത്രുക്കൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലയുടെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ കയറാൻ. അതേസമയം തന്നെ കയറാൻ വന്ന കുറേ പേരെ നമുക്ക് കാണാം. किधर से है भाई? जलगांव। अच्छा, हाँ, ओके जी, ओके, शुक्रिया, ओके. ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോഴത്തേ ഞങ്ങളെല്ലാം കൂടി സംയുക്തമായിട്ട് മുകളിലേക്ക് കയറുകയാണ്. മങ്കി തുങ്കിയുടെ ഏറ്റവും ഉയരത്തിലേക്ക് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സന്തോഷം. മങ്കി തുങ്കിയുടെ ഏറ്റവും ഉയരത്തിൽ എൻ്റെ പുറകെ ഒരു 7 പേര് നടന്നു വരുന്നുണ്ട്. അപ്പോഴത്തെ മണ്ടയിലെത്തി കേട്ടോ, മുകളിലെത്തി. അയ്യടാ ദൈവമേ, അങ്ങനെ മങ്കി തുങ്കിയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആ മല കാണാം. ഡോണിലേക്ക് ഇപ്പോൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, മറ്റൊന്നുമല്ല. ഡോണിൽ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഒരു ഡോണിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് മുഴുവൻ കൃഷിഭൂമികളാണ് കേട്ടോ. ഇത് ആദിവാസി മേഖലയാണ്. ഇത് സാപുത്തരയിൽ നിന്നും നമ്മൾ ഈ വഴിയെ തന്നെയാണ് നമ്മൾ പോയത്. ആ വഴിയിലാണ് നമ്മൾ പോയത്. നമ്മളിപ്പോൾ ആ കാണുന്ന മലനിരയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ രാവിലെ കാട്ടിലൂടെ സഞ്ചരിച്ചത് ആ മലയുടെ ഓപ്പോസിറ്റ് മലയിലൂടെയാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ അഹ്വയിലാണുള്ളത് കേട്ടോ. അഹ്വ ഒരു വലിയ ടൗണാണ്, സിറ്റി സെൻ്ററാണ്. ഡാൻ ഡിസ്ട്രിക്റ്റിൻ്റെ സെൻ്ററാണ് ഈ അഹ്വ. കടുകിൻ്റെയോ എള്ളിൻ്റെയോ പാടമാണ്, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ പ്രദേശത്ത് മുഴുവനുണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം ഉണ്ട്. അങ്ങ് കാണുന്ന എല്ലാം ആ പാടം തന്നെയാണ്, വളരെ ദൂരത്തിലുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് സൈക്കിൾ നിർത്തിയതാണ്. ഇത് കണ്ടോ, ഇനി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പാണ്ടക്കെട്ടുകളുമായിട്ട് നമ്മുടെ സൈക്കിള് ഓരോരുത്തർ വാങ്ങിച്ചു തരുന്നതാണ് കേട്ടോ. ഇതൊക്കെ പഴമുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, ബിസ്ക്കറ്റുണ്ട്. ബിസ്ക്കറ്റ് കൊണ്ട് ഞാൻ മടുത്തു. ഇനിയിപ്പോൾ വഴി കാണുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുക. അത് ഇതുകൊണ്ട് ബാക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയാ. അല്ലേ ഈ ഉറക്കം വന്ന് തൂങ്ങിയോ? എന്നാൽ പോവാം കേട്ടോ. ഓക്കെ. അപ്പോഴത്തെ അങ്ങോട്ടേക്കുള്ള ഒരു വഴി ഇങ്ങനെ കാണിച്ചു വച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ ക്ഷേത്രക്കുളം. വെള്ളം തിളയ്ക്കുന്നുണ്ടോ?